അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഇവിടെ ബാംഗ്ലൂരിൽ ബ്രിഗേഡ് യൂത്തോപ്പിയുടെ ഇക്കൊല്ലത്തെ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് ഞങ്ങളൊരു ഡിഷ് ഉണ്ടാക്കുന്നുണ്ട്. ചക്കയും അരിയും കൂടിയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചെറുതായിട്ടൊന്ന് കാണിക്കാം. അപ്പോൾ നമ്മുടെ ചക്കപ്രധാൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് തയ്യാറെടുക്കുന്നത്? തയ്യാറെന്തൊക്കെയാ? ചക്ക വരട്ടിയത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. ചക്ക വരട്ടിയിൽ എന്താ വെച്ചാൽ നല്ല നെയ്യും ശർക്കരയും ഉണ്ട് കേട്ടോ ഓൾറെഡി. ഇത് അരി എന്താ വെച്ചാൽ നമ്മൾ ഉണങ്ങല്ലരി പറയും, വീട്ടിൽ കുത്തിയ നെല്ല് കുത്തിയിട്ട് ഉണ്ടാക്കിയ അരിയാണ്. അല്ലെങ്കിൽ പച്ചരി ആണെങ്കിൽ അതും എടുക്കാം കേട്ടോ. ഇതൊരു ഗ്ലാസ് ഉണങ്ങല്ലരി വേവിച്ചതാണ്. പിന്നെ ഇത് ശർക്കര ഓൾറെഡി ഒക്കെ പാവാക്കി എന്താ വെച്ചാൽ കല്ലുണ്ടെങ്കിൽ വെച്ചിട്ട്. പിന്നെ ഒരു 3 നാളികേരത്തിൻ്റെ പാലെടുക്കണം. അപ്പോൾ നാളികേരം ഓൾറെഡി ഒക്കെ ചെരുകി വെച്ചിട്ടുണ്ട്. ഇതിന് 1-ാം പാൽ ആദ്യം എടുക്കണം. അപ്പോൾ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും 3 പാലെടുക്കണം. അപ്പോൾ അത് എടുക്കട്ടെ കേട്ടോ. ആദ്യം ഒന്ന് വേവിച്ച അരിയാണേ ഇത്. മൂന്നാമത്തെ പാലിൽ ഒന്നും കൂടി നമ്മളൊന്ന് വറ്റിക്കുന്നുണ്ട്. പാലക്കാട്ടൊക്കെ എങ്ങനെയാ ഓണം? ഓണൊക്കെ ആഘോഷല്ലേ? പാലക്കാട് പൂരാടം തൊട്ട് തുടങ്ങും കുട്ടികളുടെ ഓണം. അത്തം മുതലില്ല? അല്ല, അത്തം മുതൽ പൂക്കളം അങ്ങനത്തെയൊക്കെ. പിന്നെ നമ്മള് മാവേലി ഉണ്ടാക്കും. മണ്ണോണ്ട് ഉണ്ടാക്കില്ലേ, മാവേലി ഉണ്ടാക്കിയിട്ട് അത് പൂരാടം തൊട്ട്. എല്ലാ വീട്ടിലൊന്നും ഇല്ല മാവേലി. അതെ, പണ്ടൊക്കെ പാലക്കാടൊക്കെ ഉണ്ട്. അത് എന്നിട്ട് പൂരാടത്തിന് കുട്ടികളുടെ ഓണം തുടങ്ങണത് പൂരാടം. അപ്പൊ മാവേലിയൊക്കെ വെച്ച് നമ്മള് അന്നൊട്ട് പൂജിക്കും. അന്ന് പൂരാട കുട്ടൻ മണ്ണോട്. ഇപ്പൊ ഇവിടെ മണ്ണൊന്നും ഇല്ലല്ലോ. ഇപ്പൊ റെഡിമെയ്ഡ് ഉണ്ട്. അതെ, പക്ഷെ തൃശ്ശൂര് ഇതാണ് പുലിക്കളി എല്ലാം. ഇത് തിരുവോണം തൊട്ടിട്ടാണ് ഇത് വെക്കുള്ളൂ. ഓ, അത് ശരി. പിന്നെ അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നടുവില വെക്കും. പിന്നെ ഒന്ന് കിണറ്റിന്റെ അവിടെ, ഒന്ന് പഠിക്കല. പാലക്കാട് അതില്ല. ഓ, അത് ശരി. ഇവിടെ അല്ലേ? ഞങ്ങളവിടെയൊക്കെ കിണറ്റിന്റെ അവിടെ, അതെ, അവിടെയൊക്കെ വെക്കും. പൂരാടത്തിന്റെ അന്ന് ഒന്ന് വെക്കും, ഉത്രാടത്തിന്റെ അന്ന് 3 എണ്ണം. അങ്ങനെയല്ല, അങ്ങനെ വെക്കുക. പിന്നെ തിരുവോണത്തിന് പുതിയ ആൾക്കാർക്കൊന്നും അത്ര ഇതിനെ പറ്റി അറിയില്ലേ, കാരണം പഴയ വീടുകളിലാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ 3 ദിവസം പഴം, പിന്നെ ശർക്കര, പിന്നെ കായവറുത്തത്, ഇതൊക്കെ തന്നെയാണ് ഭക്ഷണം. കാലത്ത് തുടങ്ങി. പിന്നെ എന്താ പറയാ, ഈ മാവേലിക്ക് വെക്കുമ്പോ നമ്മൾ അട ഉണ്ടാക്കില്ലേ? അത് തിരുവോണത്തിന് പൂവട ഉണ്ടാക്കും. 4 മണിക്കൊക്കെ എണീറ്റ് ഉണ്ടാക്കി. അതെ, അത്തം മുതല് പൂക്കളം. അന്ന് മുതൽ തന്നെ ഞങ്ങളുടെ അവിടെയൊക്കെ തന്നെ പഴം പുഴുങ്ങി തന്നെ മെയിനായിട്ട്. ഇപ്പൊ പിന്നെ മാത്രം. അതെ, ഇപ്പൊ പിന്നെ എന്നും ഓണമാണ്. ഓണത്തിന്റെ അത് ഇന്ന പ്രഥമൻ വെക്കാനൊന്നുമില്ല. അത് നമ്മുടെ ഇഷ്ടം. പഴ സീസൺ. പക്ഷെ നമ്മള് പഴപ്പായസം ഉണ്ടാക്കൂലോ. പഴപ്പായസം ഉണ്ടാക്കും, നേന്ത്രപ്പഴം. അതെ. ഇതിപ്പോ നല്ലോണം വറ്റി ഒരു കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതിലേക്ക് ഞാൻ ശർക്കരപ്പാവ് പാരിയാണ്. ഇത് 3-ാമത്തെ പാലില് നന്നായി മിക്സ് ചെയ്തതാ കേട്ടോ. ഇത് ഇനിയിപ്പോൾ അത് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ട് വെച്ചാൽ ഒന്ന് മിക്സിയിൽ അടിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ കട്ടല്ലാതെ കിട്ടും. ഇനി ഇത് നമ്മുടെ ഈ അരിയിലേക്ക് ഒഴിക്കുന്നുണ്ടേ. ഇപ്പോൾ ശർക്കരയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഈ അരി നന്നായി കുറുകി. ഇനി ഇതിലേക്ക് ഈ ചക്ക വരട്ടിയത്. ഒന്നാമത് ഇതിൽ ശർക്കര ഈ ചക്ക വരട്ടിയതിൽ ശർക്കര ഉള്ള കാരണം ശർക്കര അധികം ഇടേണ്ടി വന്നില്ല. അപ്പോൾ ഇനി ഇത് 2-ാമത്തെ പാലും കൂടി കുറച്ച് പാരാം. എന്താ വെച്ചാൽ ഇപ്പോൾ നല്ല കട്ടിയായിട്ടായിരിക്കുന്നത്.
ഇതൊന്ന് നന്നായി തിളച്ചു കിട്ടും. ഇനി രണ്ടാം പാലും കൂടി ഒന്ന് പാരുന്നുണ്ട്. ഇപ്പോൾ പായസം അവസാന ഘട്ടത്തിലെത്തിയിട്ടോ. ഇനി തമ്പാൽ പാരുക. ഒന്നാമത്തെ പാൽ കേട്ടോ. ഒന്നാമത്തെ പാൽ പാർന്ന് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴേക്കും ഓഫ് ചെയ്യണം. ഇത് ജസ്റ്റ് തിള വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചുക്കും ജീരകവും പൊടിച്ചതാട്ടോ, ഒരു സ്പൂൺ ഇടുന്നുണ്ട്. അവസാനം അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തതാണ് കേട്ടോ ഇടുന്നത്. ഇതിന് പകരം നമുക്ക് നാളികേരം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വറുത്തിട്ടും ഇടാം. ഇപ്പോൾ കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ലാത്ത കാരണം അണ്ടിപ്പരിപ്പാണ് ഇടുന്നത്. അപ്പോൾ ചക്ക അരി പ്രഥമൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓ, അടിപൊളി പായസം. ഓണത്തിൻ്റെ പായസം റെഡി. ഇനിയിപ്പോൾ നമുക്ക് ഒരു ഓണപ്പാട്ടോട് കൂടിയാണ് അവസാനിപ്പിക്കാം അല്ലേ? അപ്പോൾ ഒരു ഓണപ്പാട്ട്. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയ